ഹായ് ഗായ്സ്, അങ്ങനെ രാവിലെ കന്യാകുമാരി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതി. ദേ ഈ കാണുന്നതാണ് കന്യാകുമാരി ക്ഷേത്രം. അതിന്റെ സൈഡിലൂടെ പോകുമ്പോഴത്തേക്ക് ഇവിടെ എത്തും. ഇവിടെ കാണുന്ന ഈ ജനക്കൂട്ടം കണ്ടോ? ഈ വെളുപ്പാങ്കാലത്തെ ജനക്കൂട്ടം എന്തിനാണെന്ന് ഇവിടെ കൂടിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സാമാന്യം ബോധമുള്ളവർക്ക് മനസ്സിലാവും, എന്നെ പോലുള്ള മന്ദബുദ്ധികൾക്കാണെങ്കിൽ മനസ്സിലാവില്ല കേട്ടോ. അപ്പൊ എങ്ങനാ, എന്റെ കൂട്ടാണോ നിങ്ങളും? സൺറൈസ് കാണാനുള്ള ജനക്കൂട്ടമാണ് കേട്ടോ. പക്ഷെ ഇപ്പൊ കാണാൻ പോകുന്ന കാഴ്ച ഞങ്ങളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു മക്കളെ. ദേ നോക്ക്, നേരിട്ട് കാണുന്ന ഫീൽ ഒരിക്കലും നിങ്ങൾക്ക് ഫോണിലൂടെ കണ്ടാൽ മനസ്സിലാവുകയേയില്ല. സത്യം പറയാലോ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് വന്നൊന്ന് കാണണം. അത്രയ്ക്ക് മനോഹരമാണ്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഫ്രഷ് ആയി ഞങ്ങൾ 5:30 ആയപ്പോൾ ഇവിടെ എത്തി. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഈ മനോഹാരിത കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും വിവേകാനന്ദ പാറയ്ക്ക് ഭംഗി വന്നത്. സമയം പോയത് എന്തായാലും അറിഞ്ഞില്ല. നേരം വെളുത്തു. ഈ കാണുന്ന ജനക്കൂട്ടം അടുത്ത സൂര്യന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. അങ്ങനെ ദേ ഈ മനോഹാരിതയും കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഇന്നത്തെ ദിവസം തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. എന്നാലും പറയുവാണ്, ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായി മാറിയിരുന്നു. ഇടയ്ക്കൊരു പ്രശ്നമുണ്ടായി. കാർമേഘം വന്നങ്ങ് മൂടി, നല്ലപോലെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഒന്ന് വിഷമിച്ചു. പക്ഷെ വീണ്ടും ഞെട്ടിച്ചു. മേഘത്തിനെ മറികടന്നുകൊണ്ട് വരുന്ന വരക്കം കണ്ടോ? എടാ മോനെ, പൊളിച്ച്. സൂര്യോദയം കണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. മുല്ലപ്പൂ കണ്ടപ്പോ എനിക്ക് സമൂഹം കൊതി തോന്നി. അങ്ങനെ 50 രൂപയ്ക്ക് വാങ്ങി. എത്രയും പെട്ടെന്ന് ഫുഡും കഴിച്ച് വന്നിട്ട് വേണം ക്യൂവിൽ നിൽക്കാൻ. ഈ കണ്ട ജനങ്ങളെല്ലാം അതിനു വേണ്ടിയിട്ടാണ് ഓടുന്നത്. എല്ലാം കൊണ്ടും ടെൻഷനായി. അതുകൊണ്ട് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ക്യൂ എന്തിനാ എന്നായിരിക്കും ചിന്തിക്കുന്നത് അല്ലേ? വിവേകാനന്ദ പാറയിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കുന്നതിനുള്ള ക്യൂവിന്റെ കാര്യമാണ് പറഞ്ഞത്. കേട്ടിടത്തോളം നല്ല തിരക്കാണ്. ടിക്കറ്റ് കിട്ടാൻ പാടുമാണ്. എന്താണേലും ഫുഡ് കഴിച്ചെത്തിയിട്ട് ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് കരുതി ചെന്നതാണ്. അപ്പോഴാണ് ദേ ഒരു സെക്യൂരിറ്റി വരുന്നത്. ക്യൂവിൽ കയറി നിൽക്കും. വേറെ ഒന്നും നോക്കിയില്ല. ഞാൻ ഇക്കായും പിള്ളേരെയും വിളിച്ചുകൊണ്ട് ആ ക്യൂവിലോട്ട് അങ്ങ് കയറി. മനസ്സിൽ ലഡു പൊട്ടി. അധികം വൈകാതെ ഞങ്ങൾ ആ സത്യം അറിഞ്ഞു. അവിടെ നിന്ന ക്യൂ എന്ന് പറയുന്നത് ഓൺലൈൻ ബുക്കിങ്ങിന് ഉണ്ടായിരുന്ന ക്യൂ ആയിരുന്നു. ശരിക്കും ഞങ്ങൾ പെട്ടു. പിന്നെ തൊട്ടടുത്തൊരു കടയിൽ പോയി ഓൺലൈൻ ബുക്കിംഗ് ചെയ്യുന്നത് എങ്ങനെ എന്ന് തിരക്കി. ഓൺലൈനിൽ നോക്കിയപ്പോഴോ 300 ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഫുള്ള്. അതിനകത്ത് തന്നെ ടൈമും ഉണ്ട് കേട്ടോ, അതും നോക്കണം. എന്താണേലും 2 ഫുള്ളും ഒരു ഹാഫും ബുക്ക് ചെയ്യാൻ നോക്കി. 3-4 തവണ ബുക്ക് ചെയ്യാൻ നോക്കുന്നത് ക്യാൻസൽ ആവുന്നതല്ലാതെ ഒന്നും ശരിയാവുന്നില്ല. ശരിക്കും പെട്ടു എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് പെട്ടു എന്നുള്ള ഒരു അവസ്ഥ. നേരെ പോയി സെക്യൂരിറ്റിയെ കണ്ടിട്ട് പറഞ്ഞു, ഫോൺ റൂമിലാണ് വെച്ചിരിക്കുന്നത്, എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സെക്യൂരിറ്റിക്ക് എന്ത് തോന്നിയെന്ന് അറിയില്ല. എന്താണേലും ടിക്കറ്റ് എടുത്ത് കയറിക്കോളാൻ പറഞ്ഞു. ടെൻഷനും അടിച്ച് കള്ളത്തരങ്ങളും കാണിച്ച് എങ്ങനെയെങ്കിലും ടിക്കറ്റും എടുത്ത് അകത്ത് കയറിയപ്പോഴാണ് സമാധാനമായത്. ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 30 രൂപ മുതലാണ് ടിക്കറ്റ് നിരക്കുകൾ വരുന്നത്. നമ്മൾ ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തപ്പോ 100 രൂപ ആയുള്ളൂ കേട്ടോ. 30ന്റെ ടിക്കറ്റും ഉണ്ട്. ആദ്യത്തെ ബോട്ട് ആളിനെയും കയറ്റി പോയി. രണ്ടാമത്തെ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ് ഞങ്ങൾ. അങ്ങനെ ഇത്രയും കള്ളത്തരം കാണിച്ച് ടെൻഷൻ അടിച്ച് ഞങ്ങൾ ഇതിനകത്ത് കയറിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. തിരിച്ചു പോകണം. തിരിച്ചു പോകാൻ വേണ്ടി ട്രെയിൻ 4 മണിക്കാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് റൂമിൽ പോയി സാധനങ്ങളും എടുത്ത് ട്രെയിനിൽ പോവാൻ. അങ്ങനെ ജാക്കറ്റ് ഒക്കെ ഇട്ട് ഞങ്ങൾ 4 പേരും ബോട്ടിൽ കയറി. ഹമ്മുദിയും സമൂസും ട്രെയിനിൽ കയറിയതുപോലെ തന്നെ ബോട്ടിലും ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. അടുത്ത വീഡിയോ വരുന്നത് ഗ്ലാസ് ബ്രിഡ്ജും വിവേകാനന്ദ പാറയും അവിടുത്തെ ഐതിഹ്യങ്ങളുമായിട്ടാണ്. അപ്പൊ അതും കാണാൻ മറക്കരുത്. അപ്പൊ ഓക്കെ, എപ്പോഴത്തെ കണക്ക് ടാറ്റാ.